لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമാവലികൾ ശരിയാം വിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നിയമപരിധിക്കുള്ളിൽ ജീവിക്കുന്ന ബുദ്ധിമാന്മാരായ വിജയികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ശരിയാം വിധം നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യപൂർവം അവന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു തന്നിട്ടുള്ള നിയമ സംഹിതകളുടെ സമാഹാരമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ദീനുൽ ഫിത്ര എന്നാണ് ഈ മതത്തെ പറ്റി പറയുന്നത്. പ്രകൃതി മതം മനുഷ്യന്റെ പ്രകൃതത്തെ പരിപൂർണമായും അറിയുന്ന, അവന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും സൂക്ഷ്മമായി അറിയുന്ന സാക്ഷാൽ രക്ഷിതാവ് അവൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ മതം. അതുകൊണ്ട് തന്നെ ഈ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മനുഷ്യപ്രകൃതത്തിന്റെ സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായ വളർച്ചയ്ക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമസംഹിതകൾ ശരിയാം വിധം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന, പരിശോധിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യം വരും. കാരണം മനുഷ്യ പ്രകൃതത്തോട് പരിപൂർണമായി യോജിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിലുള്ളത്. യഥാർത്ഥത്തിൽ ലൈംഗികത എന്നുള്ളത്, ലൈംഗികമായ ആസ്വാദനം എന്നുള്ളത് പല മതങ്ങളും വീക്ഷിക്കുന്നത് പോലെ മഹാപാപമായി
പ്രകൃതി മതം വീക്ഷിക്കുന്നില്ല. മറിച്ച് വൈവാഹികമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തന്റെ ലൈംഗികമായ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് പുണ്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം അതിർത്തികൾ അതിലംഘിച്ചുകൊണ്ടുള്ള ലൈംഗികമായ ആസ്വാദനം എന്നുള്ളത് കടുത്ത അക്രമമാണെന്നും മതം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ശരിയായ വിധം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ജീവിതത്തിന്റെ മാർഗദർശിയായി അംഗീകരിക്കുന്ന ഒരു സത്യവിശ്വാസി അതിരുവിട്ട ലൈംഗിക വീക്ഷണത്തിന്റെ ആളാകാൻ ഒരിക്കലും പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലൈംഗികമായ വൈകൃതത്തിന്റെ ഉടമയായി മാറാൻ ഒരു വിശ്വാസി പാടുള്ളതല്ല. മറിച്ച് അത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ലൈംഗിക വീക്ഷണത്തിൽ നിന്ന് പരമാവധി പരിപൂർണമായി അവൻ വിട്ടുനിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗുണവിശേഷണങ്ങൾ വിശദീകരിച്ചപ്പോൾ അവിടെ വ്യക്തമാക്കി, വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ കൂടെ മറ്റൊന്നിനെയും മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യനെ അകാരണമായി അവർ കൊല നടത്തുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയും ചെയ്യുകയില്ല. വിശ്വാസികൾ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ, വിജയികളിൽ ഉൾപ്പെടാൻ സാധ്യമാകണമെങ്കിൽ തന്റെ ലൈംഗികാവയവത്തെ ശരിയാവിധം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഖുർആനിൽ അള്ളാഹു ഉണർത്തിയിട്ടുള്ളത്. വിജയം കൈവരിക്കുന്ന വിശ്വാസികളുടെ ലക്ഷണം സൂറത്ത് അൽ മുഅ്മിനൂനിൽ അള്ളാഹു വിശദീകരിച്ചപ്പോൾ അവർ അനാവശ്യമായ മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണെന്ന് പറഞ്ഞു. മാത്രമല്ല വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ലൈംഗികാവയവത്തെ നിഷിദ്ധങ്ങളിൽ പെടാതെ ശരിയാവിധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ യദ്മനു ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന അൽമൈഹി അദ്മനു ലഹുൽ ജന്ന. തന്റെ നാവിനെയും തന്റെ ലൈംഗികാവയവത്തെയും ശരിയാം വിധം കാത്തു സൂക്ഷിക്കുമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരുമെങ്കിൽ അവനിതാ സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നിടത്ത് സവിശേഷമായ സ്ഥാനം വഹിക്കുന്നതാണ് തന്റെ ലൈംഗികമായ അവയവം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഈ മേഖലയിലേക്ക്, നിഷിദ്ധമായ മേഖലയിലേക്ക് ഒരു കാരണവശാലും അടുക്കുകയില്ല. വ്യഭിചരിക്കാൻ പാടില്ലെന്നു മാത്രമല്ല, വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് അടുക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാമത്തെ സൂറയിൽ നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളത്. വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. നിങ്ങൾ വ്യഭിചാരവുമായി അടുക്കുവാൻ പാടില്ല, കാരണം അത് ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണ്. വസഅ സബീല, ഏറ്റവും മോശമായ ഒരു വഴിയുമാണ്. ഏറ്റവും മോശപ്പെട്ട വഴിയായ, ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തിയായ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് നിങ്ങൾ അടുക്കുവാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളും ഇസ്ലാം കർശനമായി കുട്ടിയടയ്ക്കും. നാം എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്.
ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല, എങ്ങനെയും എവിടെയും കൂടിച്ചേരാം എന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം ഈ മേഖലയുമായി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ശരിയാം വിധം പുലർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നതിന് നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. അപ്പോഴാണ് ഒരു അൻസാരി സഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഭർതൃബന്ധുത്വത്തിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദു അൽ മൗത്ത്. ഭർതൃബന്ധുത്വം എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണത്തെ പേടിക്കുന്നത് പോലെ ഭർത്താവിന്റെ ബന്ധുക്കളെ പേടിക്കണം. മരണം ഉറപ്പായതുപോലെ ഭർത്താവിന്റെ ബന്ധുക്കൾക്ക് ഏത് വിധേനയും വീട്ടിലേക്ക് പ്രവേശിക്കാം, ആരുമായും സഹവസിക്കാം എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുത്താൽ തീർച്ചയായും മരണം ഉറപ്പായതുപോലെ അവിടെ വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും ഒരു മേഖല സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഭർത്താവിന്റെ ബന്ധുക്കൾ മഹറമല്ല. അതുകൊണ്ട് തന്നെ മഹറമായിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പമല്ലാതെ ഒരാണും പെണ്ണും ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല. വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളോടൊപ്പമല്ലാതെ ഒരാണും പെണ്ണും ഒരിടത്തും ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മൂന്നാമതായി ചെകുത്താൻ അവരുടെ അടുത്ത് പ്രവേശിക്കുകയും അവൻ ദുർമന്ത്രണം നടത്തുകയും ദുർബോധനം നടത്തുകയും അവന്റെ വലയിൽ അവർ വീണു പോവുകയും ചെയ്യും. കുത്തിബ അലാ ബനി ആദം നസീബുഹു മിനസ് സിന കുത്തിബ അലാ ഇബ്നി ആദം നസീബുഹു മിനസ് സിന മുദ്രികുൻ ദാലിക ലാ മഹാല. അൽ ഐനാൻ സിനാഹുമാ അൻ-നദർ വൽ ഉദ്നാനി സിനാഹുമാ അൽ-ഇസ്തിമാ വൽ ലിസാൻ സിനാഹു അൽ-കലാം വൽ യദ് സിനാഹ അൽ-ബത്സ് വൽ റിജ്ൽ സിനാഹ അൽ-ഖുതാ والقلب يهوى ويتمنى ويصدق ذلك الفرد او يكذب. തീർച്ചയായും ആദമിന്റെ മക്കളിൽ വ്യഭിചാരം സംഭവിക്കുക തന്നെ ചെയ്യും, നിസ്സംശയം സംഭവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് കടാക്ഷമാണ്. ചെവികളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് ശ്രവണമാണ്. നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് സംസാരമാണ്. കൈയുടെ വ്യഭിചാരം എന്ന് പറയുന്നത് പിടുത്തമാണ്. കാലിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നടത്തമാണ്. മനുഷ്യ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഇച്ഛകൾ ഉണ്ടാകും, ഹൃദയത്തിൽ അങ്ങനെ തോന്നലുകൾ ഉണ്ടാകും. അവന്റെ ലൈംഗികാവയവങ്ങൾ ആ തോന്നലിനെ ശക്തിപ്പെടുത്തുകയോ കളവാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്ത് ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അറിയാതെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള നിയമാതിർത്തികൾ ശരിയാം വിധം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വ്യഭിചാരം നമ്മിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്യയായ ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇരുമ്പിന്റെ സൂചി ഉണ്ടാക്കി അത് നിന്റെ ശിരസിൽ കുത്തി ഇറക്കുന്നതാണ് എന്ന്. അത്രയും ഗൗരവമുള്ളതാണ് വിഷയം. അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അപ്രകാരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ, അപ്രകാരം പരസ്യമായി ആരെങ്കിലും പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിയുകയാണെങ്കിൽ ആ സമൂഹത്തിൽ തീർച്ചയായും അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. പൂർവികരായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കാത്ത വിധമുള്ള മാരകമായ രോഗങ്ങൾക്ക് അവർ അടിമകളായി മാറുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൃത്തികേടുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നിർദ്ധയമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നതാണ് ഇസ്ലാമിന്റെ വിധി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, തീർച്ചയായും വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഫജ്രിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് 100 അടി കൊടുക്കണം.
ഇത് വൈവാഹിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ലൈംഗികമായ കുത്തഴിഞ്ഞ ജീവിതം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിഷിദ്ധമായ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആണിനെയും പെണ്ണിനെയും 100 അടി അടിക്കണം. ولا تأخذكم بما رأفتم في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും ശരിയാം വിധം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദയയും ഉണ്ടാക്കുവാൻ പാടില്ല, കൃപയും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. മാത്രമല്ല, അവർക്ക് ശിക്ഷാമുറകൾ ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം അതിന് സാക്ഷിയാകണം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി. ബർസഖി ജീവിതത്തിൽ അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. പ്രവാചകൻ ഒരിക്കൽ സഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? തുടർന്ന് പ്രവാചകൻ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു സ്വപ്നം, പ്രവാചകന്റെ സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ കണ്ട ഒരു സ്വപ്നം വിശദീകരിച്ചു. എന്റെ അടുത്ത് നിന്ന് 2 ആളുകൾ വന്നു, അഥവാ 2 മലക്കുകൾ വന്നു. അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവര് ആർത്തട്ടഹസിക്കുന്നുണ്ട്. ഞാൻ അവരിലേക്ക് നോക്കി. അവർ സമ്പൂർണമായും നഗ്നരാണ്. നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. അവര് ഒരു അടുപ്പ് പോലെ, ഒരു ഗുഹയിലുള്ള അടുപ്പ് പോലെ അതിന്റെ അടിയിൽ നിന്ന് തീജ്വാലകൾ അങ്ങനെ ഉയരുന്നുണ്ട്. ആ തീ ആളിക്കത്തിക്കപ്പെടുന്നുണ്ട്. തീ ആളിക്കത്തിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്തെന്നില്ലാത്ത അട്ടഹാസം മുഴങ്ങുന്നുണ്ട്. മറ്റാരുമായിരുന്നില്ല, ദുനിയാവിൽ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള വ്യക്തികളാണ് അവർ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പരലോകത്തിൽ ഭയാനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സംഗതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഖ്വല്ലാഹ വഹുസ്നുൽ ഖുൽഖ്, ജീവിത വിശുദ്ധി, സൽസ്വഭാവം, അല്ലാഹുവിന്റെ നിയമങ്ങൾ ശരിയാം വിധം കാത്തു സൂക്ഷിക്കുക, അവൻ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ശരിയാം വിധം കാത്തു സൂക്ഷിക്കുക, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട മുഴുവൻ കാര്യങ്ങളും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ടോ, മാറി നിൽക്കേണ്ടതുണ്ടോ, അതിൽ നിന്നെല്ലാം പരിപൂർണമായും മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് സംശുദ്ധമായ വ്യക്തിത്വം കെട്ടിപ്പടുക്കുക, സൽസ്വഭാവിയായി തീരുക. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അവൻ ഒരു സൽസ്വഭാവിയാണ് എന്ന പേരിൽ അറിയപ്പെടുക. എങ്കിൽ അവർ സ്വർഗപ്രവേശം സുനിശ്ചിതം. വീണ്ടും പ്രവാചകൻ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന സംഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഫമു വൽ ഫർജ്, മനുഷ്യന്റെ വായ, മനുഷ്യന്റെ നാവും അവന്റെ ലൈംഗികാവയവുമാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ നരകത്തിൽ ആപതിപ്പിക്കുന്നത് എന്നുകൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എന്ന നിലക്കും ഈ നിഷിദ്ധമായ മേഖലകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക എന്നുള്ളതും നമ്മുടെ മേൽ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അറിയാതെ പോലും അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്കും നാം അടുത്തു പോകുവാൻ പാടില്ല. അടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇസ്ലാം നമ്മുടെ മുമ്പാകെ പഠിപ്പിച്ചിട്ടുള്ള കരുതലുകൾ ശരിയാം വിധം നാം സ്വീകരിക്കുക. ആ കരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ പിന്നീട് വരാനിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് നമുക്കത് സുരക്ഷിതമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സുരക്ഷിതത്വം ലഭിക്കുന്ന സമൂഹത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. മനുഷ്യ സമൂഹത്തിന് മാതൃകാ സമുദായമായി
അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത വിഭാഗമാണ് മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. വിട്ടുനിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള മേഖലകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് മാതൃകകളാകാൻ നമുക്ക് സാധ്യമാകണം. ലൈംഗികമായ മേഖലയിലുള്ള അരാജകത്വം നമ്മെ ഒരിക്കലും ബാധിക്കുവാൻ പാടുള്ളതല്ല. വ്യഭിചാരം പോലെ തന്നെ നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് സ്വവർഗരതി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഖ്വഫ മാ അഖാഫ അലാ ഉമ്മത്തി മിൻ അമലി ഖൗമി ലൂത്ത്. എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ സമൂഹത്തിലുണ്ടായിട്ടുള്ള അധാർമികതയാണ്, അഥവാ സ്വവർഗരതിയാണ് എന്ന്. അത്തരത്തിലുള്ള രതിയിൽ ഏർപ്പെടുന്ന ആളുകൾ അള്ളാഹു ശപിക്കട്ടെ. 3 പ്രാവശ്യം പ്രവാചകൻ പ്രാർത്ഥിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന അധാർമികത, സ്വവർഗരതി, അതിൽ ഏർപ്പെടുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റപ്പെടട്ടെ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, മൻ വജത്തുമൂഹു യഅമൽ അമല ഖൗമി ലൂത്ത് ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന സ്വവർഗരതിയിൽ ഏർപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കണ്ടാൽ, അതിന് മുതിർന്നവനെയും അതിന് വിധേയമായവനെയും നിങ്ങൾ കണ്ടാൽ അവരെ നിങ്ങൾ കൊന്നുകളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇപ്രകാരത്തിലുള്ള ഒരു വൃത്തികേട് പിടിക്കപ്പെട്ടാൽ വധിച്ചു കളയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വധിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെ വധിക്കണം എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എറിഞ്ഞു കൊല്ലണമെന്നാണ്. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചു എന്ന് സാക്ഷികൾ മുഖേന ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നതാണ് ഇസ്ലാമിന്റെ ഹദ്. അതേ പ്രകാരം സ്വവർഗരതിയിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായക്കാരനാണ്. എന്നാൽ തീരിട്ട് കൊല്ലണം എന്ന അഭിപ്രായക്കാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും ഇപ്രകാരം എറിഞ്ഞു കൊല്ലണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. കത്തിച്ചു കളയണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. എറിഞ്ഞു കൊല്ലണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയാലോചന നടത്തിയപ്പോൾ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയാലോചന നടന്നപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കരിച്ചു കളയണമെന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അത് നടപ്പിലാക്കി എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരെ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള വൃത്തികേടിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്, അവരെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് തല കീഴായി താഴോട്ട് എറിയുക. ആ എറിയുന്ന സമയത്ത് കല്ലെടുത്തുകൊണ്ടും എറിയുക. ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചിട്ടുള്ളത് ഹിജാറത്തുൽ മിൻ സിജീൽ, ചൂടുവെക്കപ്പെട്ടിട്ടുള്ള കല്ലുകളെ കൊണ്ടാണ്. അതുകൊണ്ട് അതേ പ്രകാരത്തിലുള്ള വൃത്തികേടിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ആളുകളെ ചെയ്യേണ്ടത് തല കീഴായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടെറിയുകയും ആ സമയത്ത് കല്ലുകൾ കൊണ്ട് എറിയുകയും ചെയ്തുകൊണ്ട് അവരെ വധിക്കണമെന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവം എന്നുള്ളത് അടിവരയിടേണ്ട സംഗതിയാണ്. കാരണം വ്യത്യസ്തമായ തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കരുതലുകൾ സ്വീകരിക്കണമെന്ന് ഇസ്ലാമിക കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യൻദുറുർ റജുലു ഇലാ ഔറത്തിർ റജുൽ വലാ തൻദുറുൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ. ഒരാണും ഒരാണിന്റെയും നഗ്നതയിലേക്ക് നോക്കാൻ പാടില്ല, ഒരു പെണ്ണും ഒരു പെണ്ണിന്റെയും നഗ്നതയിലേക്ക് നോക്കാൻ പാടില്ല. വലാ യഫ്ലി അർ-റജുൽ ഇലാ അർ-റജുൽ ഫീ തൗബിൻ വാഹിദ് വലാ തഫ്ലി അൽ-മർഅതു ഇലാ അൽ-മർഅതി ഫീ തൗബിൽ വാഹിദ്. ആണും ഒരൊറ്റ വസ്ത്രത്തിന്റെ കീഴെ കിടക്കുവാൻ പാടില്ല. ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഒരാണും കിടക്കുവാൻ പാടില്ല. ഒരു പെണ്ണും ഒരൊറ്റ പുതപ്പിന്റെ കീഴിൽ കിടക്കുവാൻ പാടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. കാരണം അങ്ങനെ കിടന്നാൽ സ്വാഭാവികമായും സ്വവർഗരതിയെ സംബന്ധിച്ചുള്ള ചിന്തയുണ്ടാവുകയും അതിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിലക്കിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നാം നമ്മുടെ ഗാർഹികമായ അന്തരീക്ഷത്തിൽ പോലും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്, സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവിതർക്കിതമാണ്. അതുകൊണ്ട് നാം ബോധവാന്മാരാവുക, സമ്പൂർണമായും സുരക്ഷിതത്വമുള്ള ഒരു സമൂഹമായി മാറുന്നതിന് വേണ്ടി, സംശുദ്ധിയുള്ള ഒരു സമൂഹമായി മാറുന്നതിന് വേണ്ടി, മനസ്സും ശരീരവും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാറുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കുക. അതിനുള്ള മാർഗം അള്ളാഹു അവന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ, നിയമങ്ങൾ ശരിയാം വിധം ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വിശിഷ്യ പാലിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിതത്തിലും കരുതലുകൾ ഉള്ളവരായി മാറുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കരുതലുകളോടെ ജീവിക്കുന്ന, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസ സഹോദരങ്ങൾക്കും നാഥാ നീ തുറവിയും സമാധാനവും നൽകുമാറാകണമേ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أرنا الحق حقا وارزقنا الباطل باطلا. اللهم أرنا الحق حقا وارزقنا اجتنابه. اللهم أرنا الحق حقا، اللهم أرنا الحق حقا، اللهم أرنا الحق حقا، اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.